ഈ ഒരു അംഗീകാരം ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിട്ട് ഫീൽ ചെയ്ത വീഡിയോ കാണുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു പ്രേക്ഷകന്റെ അത്രയും ഒരു ഫൈറ്റിംഗ് ഒക്കെ കിട്ടുന്ന ഒരു ആരവം ഉണ്ടല്ലോ, ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഒരു അംഗീകാരമാണത്. ആ ഒരു മൂമെന്റ് എങ്ങനെയാണ് ഫീൽ ചെയ്തത്? അല്ല, ഒരു കലാകാരൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകനെ സംബന്ധിച്ച് അവർ അടിക്കുന്ന രണ്ട് കൈ കൂട്ടിയടിക്കുന്ന ഒരു ശബ്ദമുണ്ടല്ലോ, അത് ഞങ്ങൾക്കുള്ള എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിസ്സാരമല്ല. അവരുടെ ആ സ്നേഹം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏകദേശം 10-30 വർഷമായിട്ട് ഈ കയ്യടി കൊണ്ട് മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഏത് സമയത്തും എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന പ്രേക്ഷകർ. കാരണം അവരില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ. നമ്മൾ ആരുടെ മുമ്പിൽ ആടി തിമിർക്കാനാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു വലിയ പ്രോഡക്റ്റ് ഉണ്ടാവുന്നത് ഒരുപാട് പേരുടെ കൂട്ടായ്മയാണ്. എൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ, അതുപോലെ എൻ്റെ ഡയറക്ടർ. ഇപ്പോൾ ഈ ഡയറക്ടറെ സംബന്ധിച്ച് ഒരു ധനഞ്ജയ് ഒരു ആദ്യമായിട്ടൊരു സിനിമ ചെയ്ത പോലെയല്ല. ഒരു പുതിയ ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആർട്ടിസ്റ്റുകളെ കിട്ടുമ്പോൾ തന്നെ പതറിപ്പോവും. പക്ഷേ അതിന് ഈ കഥ എന്നിലേക്ക് എത്തിച്ചത് വിനീത് ശ്രീനിവാസനാണ്. വിനീതാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, ദിലീപേട്ട ഒരു കഥയുണ്ടെന്ന് കേട്ടു നോക്കൂ. കഥ എന്ന് പറയാൻ പറ്റില്ല, ഒരു സംഭവങ്ങളാണ്, അതൊന്ന് കേട്ടു നോക്കൂ, എന്നിട്ട് നമുക്കതെങ്ങനെയാണെന്ന് ആലോചിക്കാം. നമുക്കൊരു ഭ്രാന്തം പരിപാടിയാണ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു കേൾക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഈ കാര്യം ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കിയത്. സിനിമ ഈ കഥ കേട്ട് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ്, നമ്മളിതൊരു ഭ്രാന്തൻ പോക്കാണ്, ഇതിൻ്റെ ഫെയ്റ്റും നമുക്ക് അറിഞ്ഞുകൂടാ എന്നൊരു രീതിയിലാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അതിൽ ധനഞ്ജയുടെ ഇത് തന്നെയായിരുന്നു ഞാൻ ഇൻട്രോൾ സീക്വൻസിൽ പാട്ടിടണ വിഷയം. മിസ്റ്റർ ബട്ട്ലറുടെ പാട്ട് ഇടുമ്പോൾ അപ്പം ഞാൻ ധനഞ്ജയ് ഇത് നമ്മൾ ഏത് റിയാലിറ്റി ഷോയ്ക്ക് ചെല്ലുമ്പോഴും ഈ പാട്ട് ഇടുന്നുണ്ട്. അപ്പം അത് ജനങ്ങൾക്ക് എത്രത്തോളം സിനിമയിൽ വരുമ്പോൾ നമുക്കറിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞില്ല ഏട്ടാ, അത് കറക്റ്റാവും. അങ്ങനെ നമ്മൾ 2 പാട്ടും കൂടി എല്ലാവർക്കും ഇഷ്ടമുള്ള 2 പാട്ട്. കാരണം ആ പാട്ട് എപ്പോൾ വേണമെങ്കിലും മാറ്റാവുന്ന ഒരു ഐറ്റം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ ഞെക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പാട്ട് മാറ്റി കഴിച്ചേ. പക്ഷെ അതൊക്കെ ഗംഭീരമായിട്ട് തിയേറ്ററിൽ വർക്കൗട്ടായി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇതിപ്പോൾ ഇതിങ്ങനെ ഒരു സിനിമ, ഈ സിനിമയിൽ മാത്രമേ ഇമ്മാതിരി പരിപാടികൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ധനഞ്ജയ്ക്കാണ് ഏറ്റവും ടെൻഷൻ. ധനഞ്ജയിൻ്റെ അടുത്ത സിനിമ എന്തായിരിക്കും എന്നുള്ളതാണ്. ഈ സിനിമ ഇപ്പോൾ നമ്മൾ ലാലേട്ടനെ ഏറ്റവും കൂടുതൽ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചു അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വേറെ കുറച്ച് സിനിമയിലെ ചിന്തകളൊക്കെ ചിലപ്പോൾ അതിൽ വന്നിട്ടുണ്ടാവാം. അതുപോലെ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഓരോ സെക്കൻഡിലും പുതിയ പുതിയ കാര്യങ്ങൾ നടക്കുന്നു. ഈ സിനിമയ്ക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അപ്പം അതൊക്കെ ഗംഭീരമായിട്ട് വർക്കൗട്ടായി. എൻ്റെ അച്ഛനെയും പറയണോടാ അതൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചാൽ അപ്പം ഞാൻ അത് സ്ക്രീനിലാണ് കണ്ടത്. എനിക്ക് അപ്പോൾ കോമ്പിനേഷൻ ഇല്ല. അപ്പോൾ ഞാനത് കണ്ടിട്ട് ഞാൻ ധ്യാനോട് ചോദിച്ചു, ധ്യാൻ ഇത് എങ്ങനെയാണ് നീ പെർഫോം ചെയ്തത്? കാരണം ഒരു ചിരി പോലും ഇല്ലാണ്ട് ഭയങ്കര ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ ധ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ, ചേട്ടാ അതാ വർഷങ്ങൾക്ക് ശേഷം ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നേ, അതോടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ വലിയ സംസാരമൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആത്മാർത്ഥമായിട്ട് അഭിനയിക്കാൻ പറ്റി എന്ന് പറയാം. അപ്പോൾ അതൊക്കെ ആ ഒരു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ വിനീതിന് ദേഷ്യം അതൊന്നുമല്ല. അപ്പം ആ ഒരു രസകരമായിട്ട് വിനീതും ധ്യാനും ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കുക. കാരണം ഇതൊരു സ്പൂഫാണ്. ഇപ്പം വിനീത് തന്നെയാണ് ഈ മറ്റേ ചെന്നൈ എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുള്ള സ്ഥലം. കാരണം അത് വിനീതിൻ്റെ ഉള്ളിൽ അത് ഭയങ്കര കുഴപ്പമാണെങ്കിൽ ധനഞ്ജയ് ഒരിക്കലും അത് ചെയ്യുകയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ കാണുമ്പോൾ അത് ഡബ് ചെയ്ത് വെച്ചത് വിനീത് തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ആ സിനിമയെ സ്പൂഫായിട്ട് കാണുകയും മറ്റുള്ളവർ കളിയാക്കുന്നതിനെ ഉൾക്കൊണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ ഒരു വിശാലമായ മനസ്സ് എന്ന് പറയുന്നൊരു സാധനമുണ്ട് ഇതിനകത്ത്. നമ്മൾ മറ്റുള്ളവർക്ക് രസിക്കാവുന്ന സാധനങ്ങൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഒന്നിനെയും ഇവർ സിനിമ ഉണ്ടാക്കുന്ന സമയത്ത്, കഥ പറയുന്ന സമയത്തും ഇവരാരെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ദിലീപേട്ടൻ്റെ പടങ്ങളിലെ റെഫറൻസ് പടത്തിൽ കാണിച്ചിട്ടുണ്ട്. അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിലാണ് കാണിച്ചത്. അപ്പോൾ ഇതിൽ കുറേ സമയത്ത് ഈ പടത്തിൻ്റെ അല്ലെങ്കിൽ ആ പടത്തിൻ്റെ എന്തെങ്കിലും ഒരു സാധനം വന്നായിരുന്നെങ്കിൽ എന്ന് പേഴ്സണലി ദിലീപേട്ടനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എനിക്ക് തോന്നി. കാരണം ദിലീപേട്ടൻ്റെ പടങ്ങൾ റിപ്പീറ്റ് അടിച്ച് കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ദിലീപേട്ടന് ഏതെങ്കിലും ഒരു പടം ഇതിനു മുമ്പ് ചെയ്ത ഏതെങ്കിലും പടത്തിലെ ഒരു സാധനം ബബ്ബയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ വേറെ ഏതെങ്കിലും സിനിമയിൽ? ഞാൻ ധനഞ്ജയോട് പറഞ്ഞത്, എൻ്റെ പഴയ സിനിമയിൽ ഒരു സാധനം കൊണ്ടുവരില്ലേ, പുതിയതെന്തെങ്കിലും കാണിക്കുന്ന പറഞ്ഞുകൊണ്ടിരുന്നില്ല. ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല.
ഞാനെപ്പോഴും തന്നെ ചോട് പറയും അത് വേണോ, അത് പുതിയതെന്തെങ്കിലും പുതിയ ഇല്ല കേട്ടോ, ഇത് ഞങ്ങളുടെ ഒരു ഇതിന് സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഞാൻ വന്ന് ഇറങ്ങുമ്പോൾ തന്നെയുള്ള ഒരു റെഫറൻസ്, പിന്നെ നമ്മൾ ഇൻ്റർവെല്ലിന് പോകുന്ന ചേസ് നടക്കുമ്പോഴുള്ള റെഫറൻസുകൾ, അപ്പോൾ അതൊക്കെ റീക്രിയേറ്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞൊരു സ്പൂഫ് സ്വഭാവമുണ്ട് ഈ സിനിമയ്ക്ക്. ലാലേട്ടനെ കൊണ്ട് നമുക്ക് കാണാൻ ആഗ്രഹിച്ച സാധനങ്ങൾ ഇപ്പോൾ പുള്ളി പറഞ്ഞ പോലെ ഒറ്റ സിനിമയിൽ തന്നെ അതിൻ്റെ മെയിൻ സാധനങ്ങളൊക്കെ എടുത്ത് മുണ്ട് ഉരുള്ളായിട്ട് ഈ കാല് ഇതാക്കല്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. പിന്നെ ഇതൊരു ലാലേട്ടൻ തന്നെ പറഞ്ഞ സാധനം, ഇതൊരു എന്താ പറയുക, ഒരു വെറുതെ ഹൈപ്പ് ഉണ്ടാക്കുക. എന്താ പറയുക, അതാണ് തുമ്മുമ്പേക്കും മണ്ണൊക്കെ ഇങ്ങനെ എയറിലേക്ക് പോകുക. സാധാരണ അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് പല സാധനം എടാ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടാവോടാ, ഇത് നമ്മൾ ചോദിക്കും എന്ത് മനുഷ്യന്മാരല്ലേ അത് എന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം നമ്മളിപ്പുറത്ത് വേറെ തരത്തിൽ തന്നെ എൻജോയ് ചെയ്ത് നമ്മൾ തന്നെ അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് വേറൊരു ലോകമാണ് ഇങ്ങനെ കുറേ ആൾക്കാർ. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ കുറേയൊക്കെ ഇപ്പോഴത്തെ ഒരു വേർഷനിൽ ആൾക്കാർക്ക് കൂടുതൽ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനത്തെ കരച്ച ഒരുപാട് ക്ലാരിറ്റി കൊടുക്കണ്ട, അത് ജനത്തിന് ഇപ്പം നന്നായിട്ട് മനസ്സിലാവാതെ ഇങ്ങനെയാണ് കണക്റ്റഡ്. സിനിമ ടോട്ടൽ കണക്ട് ചെയ്ത് വരുമ്പോൾ എല്ലാം നമ്മുടെ ആൾക്കാരാണ്, വിനീതിൻ്റെ ടീം മാത്രമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു കണക്ഷനിൽ ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിക്കുക എന്ന് പറയുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. മലർവാടി ആർട്സ് ക്ലബ്ബ് ചെയ്യുമ്പോൾ വിനീതിൻ്റെ ആദ്യത്തെ സിനിമയാണ്, അത് നിർമ്മിച്ചത് നമ്മൾ തന്നെ. അപ്പം പുതിയതായാലും പഴയതായാലും കണ്ടന്റ് എന്ത് എന്നുള്ളതാണ് നമ്മളിലേക്ക് പുതിയ സിനിമ അല്ലെങ്കിൽ പുതിയ കണ്ടന്റ് ആര് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്, പഴയതായാലും പുതിയതായാലും. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ പോകുന്നത് കണ്ടന്റിനാണ് പ്രാധാന്യം, ആർട്ടിസ്റ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി. ഇപ്പോൾ സിനിമകൾ ഓടുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്ത് കണ്ടന്റ്, നിങ്ങൾക്ക് സിനിമ ഇഷ്ടമാവുണ്ടോ അതിലെ പ്രമേയം ഇഷ്ടമാവുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇന്ന താരം വരുന്നതുകൊണ്ട് ഈ സിനിമ ഇത്ര ദിവസം ഓടും അങ്ങനെയൊന്നും പണ്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു ഗ്യാരണ്ടി പോലെ ഉണ്ടായിരുന്നു, ഇന്ന ആർട്ടിസ്റ്റിൻ്റെ സിനിമ നമുക്കൊരു മിനിമം ഗ്യാരണ്ടി എന്ന്. ഇത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല. സിനിമ മോശമാണ് എന്നൊരു ഫീൽ കിട്ടിയാൽ നോൺ ഷോയ്ക്കുള്ളിൽ അത് അറിഞ്ഞാൽ ആ രാത്രിക്കുള്ളിൽ ആ ഒറ്റ ദിവസത്തെ കളക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട് ആ സിനിമ വിട്ടു. അപ്പോൾ പ്രമേയത്തിനാണ് ഇപ്പോഴത്തെ വാല്യൂ കൊടുക്കുന്നത്. അത് ആരുടെ സിനിമയിലും പ്രമേയം നന്നായാൽ സിനിമ അത് ക്യാരി ചെയ്ത് സിനിമ എടുത്തുകൊണ്ട് ഓടുക എന്ന് പറയില്ലേ. ഞാനിപ്പോൾ സിനിമയിൽ വന്നിട്ട് ഏകദേശം 34 വർഷം. നമുക്ക് ഓരോ സിനിമയും അല്ലെങ്കിൽ ഓരോ ദിവസവും പാഠപുസ്തകം പോലെയാണ്. സിനിമ ഇതൊരു വലിയ കടൽ പോലെയാണ്. ഇതൊന്നും പഠിച്ചാൽ തീരൂല എന്ന് പറഞ്ഞാൽ ദിവസം ഓരോ സംഭവങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ മുമ്പിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. ഇപ്പോൾ ഇൻ്റർനെറ്റ് മറ്റുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്പം പറയുന്നു, ഇന്ന നടക്കുന്നുണ്ട്, ഇങ്ങനെ സാധനം വരുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ മുമ്പിലേക്ക് എത്താൻ ചിലപ്പോൾ കുറച്ച് വൈകുമായിരിക്കും. പക്ഷെ നമ്മൾ ഇന്നും ആസ് എ സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം പുതിയത് കണ്ടുപിടിക്കുക. പിന്നെ പുതിയ ശരിക്കും ഞാൻ ഇവരോടൊക്കെ പറയേണ്ടത് നമ്മളെക്കാൾ അറിവുള്ള ടെക്നീഷ്യൻസിൻ്റെ കൂടെ തന്നെയായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ അതുപോലെ നമ്മളെക്കാൾ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുമായിട്ട് നമ്മൾ സഹകരിക്കണം. അപ്പോഴാണ് നമ്മൾക്കും വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടത്തിലൊന്നും ഉപയോഗിക്കാത്ത ടെക്നോളജിയുടെ കൂടെ പോകുമ്പോൾ നമുക്കും പുതിയ നോളജാണ്. അതെടുത്ത് നമുക്ക് അടുത്ത സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് അത് വേണോട്ടോ ഇത് വേണോട്ടോ അങ്ങനെ വന്നൂടെ എന്നൊക്കെ ചോദിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് വരും. ഇപ്പോഴത്തെ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ക്യാമറമാന്മാരാണെങ്കിലും മറ്റുള്ള എല്ലാ ടെക്നിക്കൽ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയത് എന്തെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളും അതിൻ്റെ കൂടെ പോകുമ്പോൾ നമ്മളും പതുക്കെ അതിൻ്റെ ഭാഗമാവുമല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരുടെ ഇഷ്ടത്തിനാണ് ഇത് സംഭവങ്ങളെല്ലാം ചെയ്തത്. നമ്മൾ പുതിയത് ആഗ്രഹിക്കുന്നു. ഇവരെടുത്തതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ചഞ്ചൽ എന്ന് പറഞ്ഞിട്ട് റിയാസ് ഭായി ഒരു വണ്ടിയായിട്ട് വരുന്നു. നിങ്ങളത് അതിൻ്റെ വേറെ വേർഷൻ വളരെ റൺവേയിൽ കണ്ടിട്ടുള്ളതാണ്. പരമശിവം ഇടയിൽ കയറി വേറെ ആൾക്കാർക്ക് പണി കൊടുക്കാനും മുമ്പിൽ കയറി വരുന്ന ഒരു സാധനമൊക്കെ. അപ്പോൾ അത് അങ്ങനെ തന്നെ വേണം. അതൊക്കെ ഭയങ്കര ഓളമാണ് തിയേറ്ററിൽ ഉണ്ടാക്കിയത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന തലമുറ ഇതുപോലെ നമ്മൾ സ്ക്രീനിൽ അങ്ങനെ വിളയാടുന്ന ഒരു സംഭവം സ്ക്രീനിൽ കണ്ടിട്ടാ, ടി വിയിൽ കണ്ടിട്ടുണ്ടാവും. എനിക്കൊന്ന് 8-10 വർഷമായിട്ട് അല്ലേ. ഇപ്പോഴത്തെ നമ്മൾ പറയില്ലേ, ഇപ്പം എന്താ പറയുക, ന്യൂ ജനറേഷൻ
ഒരു മെച്യൂർഡ് ഇതിലേക്ക് വരില്ലേ, ഒരു യൂത്തിലേക്ക് വരുന്ന കുട്ടികളുടെ മുമ്പിലേക്ക് നമ്മൾ അങ്ങനെ വലിയ ഒരു രീതിയിലുള്ള ഒരു കളികളായിട്ട് വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മളെ സംബന്ധിച്ച് അതിപ്പോൾ എല്ലാവരും കുറേ കമൻസുകളും ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ സിനിമയിലൂടെ അവരുടെ മുമ്പിലെത്താൻ പറ്റി. അത് ശരിയാണ്, ഈ സിനിമയിലൂടെ യൂത്തിൻ്റെ ഭയങ്കര സപ്പോർട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഈ സിനിമയിൽ.